നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. ഇന്നത്തെ രാവിലെ നമ്മളെല്ലാവരും വളരെ വേദനയോടെ തന്നെയാണ് ആ വാർത്ത കേട്ടത്. ജോയ് എന്ന് പറയുന്ന ആ സഹോദരൻ മരിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയിരിക്കുന്നു എന്ന ആ ഒരു വാർത്ത. ജോയ് ആരാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു തോട്, മാലിന്യം നിറഞ്ഞ ഒരു തോട്, അത് റെയിൽവേ ഒഴുക്കി വിട്ടതാണെന്ന് ഞമ്മന്റെ മേയർ കുട്ടി പറയുന്നുണ്ട്. ഞമ്മന്റെ മേയർ കുട്ടി പച്ച നുണകളൊക്കെ പടച്ചിറക്കി രംഗത്ത് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഇവിടെ ജോയ് എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ കൃത്യമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിനു മുൻപും പല നാനാജാതി മതസ്ഥർ മരിച്ച സമയത്ത് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഈ ജോയിയുടെ മരണത്തിൽ നമ്മൾ മതം കലർത്തുകയാണോ എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ നടക്കുന്നത്, ഈ കേരളത്തിൽ നടക്കുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക മതപ്രീണനം മാത്രമാവുമ്പോൾ അതിൽ മതം നമുക്ക് പരിശോധിക്കുക തന്നെ വേണ്ടി വരുമെന്നത് എടുത്തു പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ ഈ പറയുന്ന ജോയിയുടെ മതം, അദ്ദേഹം ക്രിസ്ത്യനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ രാവിലെ വന്ന ഒരു വാർത്തയുണ്ട്, അതിന്റെ ഹെഡിങ് വന്നത് ഇങ്ങനെയാണ്. ഇത് മാതൃഭൂമിയിലാണ് വന്നതെന്ന് തോന്നുന്നു, ഓൺലൈൻ ചാനലിലാണ് വന്നത്. അക്രി പെറുക്കൽ മുതൽ ആമയിഴഞ്ചൻ തോട് വൃത്തിയാക്കൽ വരെ വീടെന്ന സ്വപ്നം മാത്രം പൂർത്തിയായില്ല. അതായത് ഒരു ആസ്പെറ്റോ സിമന്റ് ഷീറ്റ് പൊളിഞ്ഞു ചാടാനായിട്ടുള്ള ഒരു വീടിന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ ചിത്രവും കൂടി കൊടുത്ത ഇങ്ങനെ ഒരു വാർത്ത രാവിലെ എന്റെ കണ്ണിൽപ്പെട്ടു. അതിന് താഴെ വന്നിട്ടുള്ള ആ വാർത്തയുടെ വിശദ വിവരങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അടച്ചുറപ്പുള്ള വീടെന്ന അമ്മയുടെ ആഗ്രഹം സാധിക്കാനാണ് തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയി ആക്രി പെറുക്കൽ മുതൽ ആമയിഴഞ്ചാൻ തോട്, ഇന്നിപ്പോൾ ആമയിഴഞ്ചാൻ തോട് എന്ന് കേട്ടാൽ നമ്മൾക്കറിയാം അവിടെ ആ ഒരു മനുഷ്യന്റെ മൃതശരീരമാണെങ്കിലും വേണ്ട, കിട്ടാൻ വേണ്ടി അവിടെ എല്ലാ രീതിയിലുള്ള സേനകളും അരിച്ചു പെറുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അത്ര കണ്ട് മാലിന്യം നിറഞ്ഞ ആ തോട്ടിൽ നിന്ന് ഒരു മനുഷ്യന്റെ മൃതദേഹം, അത്ര വലിപ്പമുള്ള ഒരു മൃതദേഹം കണ്ടെടുക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു, ദിവസങ്ങൾ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആയിരിക്കും ആ നാട്ടിലെ മാലിന്യം നിറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ വിഷം നിറഞ്ഞിരിക്കുന്ന പോലെ, അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികൾ എന്ന് പറയുന്ന കൊടും വിഷം നിറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ പറയുന്ന മാലിന്യം നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിലാകെ മാലിന്യം നിറച്ചിരിക്കുന്നു. ഈ കേരളത്തിലെ പ്രബുദ്ധരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന ഈ വൃത്തികെട്ട മനുഷ്യജന്മങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ആ ജോയി ആക്രി പെറുക്കൽ മുതൽ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കൽ വരെയുള്ള ജോലി ചെയ്തത്. ഉമ്മറവാതിലിൽ ചുവട്ടിലിരുന്ന് മകന്റെ വരവും കാത്ത് അമ്മ മെൽഹി കണ്ണീർ വാർക്കുന്നു. എന്തെങ്കിലും ജോലി ചെയ്ത് ഒരു ദിവസത്തേക്കുള്ള വീട്ടു ചെലവിനുള്ള പണം ജോയി അമ്മയുടെ കൈകളിൽ എത്തിക്കാറുണ്ടായിരുന്നു. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മകൻ എത്രയും വേഗം മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെയാണ് അമ്മയുടെ കാത്തിരിപ്പ്. ആ അമ്മയുടെ കാത്തിരിപ്പാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. അത് വൃഥാവിലായിരിക്കുന്നു. ആ മകൻ ഈ ലോകത്തോട്, ഈ ദുഷിച്ച ഈ നാടിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയോ പ്രതീക്ഷയോടെയാണ് അമ്മയുടെ കാത്തിരിപ്പ്. ശക്തിയായി കാറ്റ് വീശിയാൽ പറന്നു പോകാവുന്ന മേൽക്കൂരയും മഴ കനത്താൽ നിലം പൊത്താവുന്ന ചുമരുകളും, ഇതാണ് ജോയിയുടെ വീട്. 3 ആൾ പൊക്കത്തിലുള്ള കുന്നിന്റെ അരികിലിരിക്കുന്ന വീട് തന്നെ ഏത് സമയവും നിലം പൊത്താം. വീട്ടിലേക്കുള്ള വഴി ഇടിഞ്ഞു താഴ്ന്നതും കാരണം ഇതുവഴി 15 മിനിറ്റ് നടന്നാണ് വീട്ടിലെത്തുന്നത്. കയറുന്നതും ഇറങ്ങുന്നതും ദുഷ്കരമായതിനാൽ മറ്റാരും ഈ വീട്ടിലേക്ക് വരാറില്ല. വീടിന്റെ താഴെ ഭാഗത്തുള്ള ജോയിയുടെ സഹോദരന്റെ ഈ വീട്ടിലാണ് അമ്മ കൂടുതൽ സമയവും നിൽക്കാറുള്ളത്. വീട്ടിലെത്തിയ ഓരോ പല MLA മാരും മന്ത്രിമാരും ഒക്കെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഇന്നേ വരെ കാണാത്ത ഈ പറയുന്ന ഒരു വോട്ട് കുത്താൻ വേണ്ടി മാത്രം ജീവിക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള ഒരു തുല്യനായിട്ടുള്ള മനുഷ്യർ, മൃഗം എന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങൾക്കൊക്കെ കാട്ടിൽ ഇതിനേക്കാൾ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഹിന്ദി ബെൽറ്റുകളിലേക്ക് നോക്കി കുരയ്ക്കുന്ന ജന്തുക്കളുണ്ടല്ലോ, ഇവിടത്തെയുള്ള നാട്ടുകാരുണ്ടല്ലോ, ഈ നാട്ടുകാർ കാണില്ല ഇത്തരത്തിൽ ശോചനീയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെയും. ഇനി എന്താണ് ഇവിടെ മതത്തിന്റെ പ്രസക്തി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്, ഏതോ ഒരു നാട്ടിൽ കിടക്കുന്ന, ഏതോ ഹിന്ദി നാട്ടിൽ കിടക്കുന്ന, അത് മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഇനി ഉത്തരേന്ത്യ എവിടെയോ ആയിക്കോട്ടെ, അവിടെ കിടക്കുന്ന ഒരു സുഡാപ്പി ട്രെയിനിൽ, തീവണ്ടിയിൽ സീറ്റ് തർക്കത്തിന്റെ പേരിൽ 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാവുന്നു. എന്നിട്ടോ
ചത്ത അത്ലാഖ് എന്ന് പറയുന്ന ആ സുഡാപ്പിയുടെ വീട്ടിലേക്ക് 10 ലക്ഷം രൂപയുമായി ഇവിടുന്ന് ഞമ്മന്റെ പരട്ട സംഘം, ഞാനടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ഓരോ ആളുകൾ അടക്കുന്ന നികുതി കാശും എടുത്തുകൊണ്ട് അങ്ങോട്ട് പറക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ചത്തത് ഞമ്മന്റെ ആളാണല്ലോ, ഞമ്മന്റെ ആള് ചത്തു കഴിഞ്ഞാൽ ഞമ്മന്റെ നാട്ടിൽ നിന്ന് പണവുമായിട്ട് അങ്ങോട്ട് എത്തിക്കണം. സദാം ഹുസൈൻ ചത്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഏതൊരു ഇസ്ലാമിക ഭീകരൻ ചത്തു കഴിഞ്ഞാലും ആ ചത്തവന് വേണ്ടി പ്രമേയം പാസ്സാക്കുന്ന ഈ നാട്ടിലെ 140 അല്ലെങ്കിൽ അത് എത്ര എണ്ണമുണ്ട് MLA-മാരും MP-മാരും, എത്ര എണ്ണത്തെ വേണമെങ്കിലും കൂട്ടിക്കോളും. ഇവറ്റകളൊക്കെ ഒരേ ശബ്ദത്തോടുകൂടി പ്രമേയം പാസ്സാക്കും. NDA-യുടെ ഘടകകക്ഷികളിൽപ്പെട്ട അതിൽ ഒരുത്തിനും അതിൽ ചെല്ലാറില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അത്തരത്തിൽ രാജ്യദ്രോഹം ചെയ്തവനായിക്കോട്ടെ, ലോകദ്രോഹം ചെയ്യുന്നവനായിക്കോട്ടെ, അവർക്കൊക്കെ വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ അൽ കേരളത്തിൽ ജോയിക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചത് കണ്ടോ? എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ചാനലുകളിൽ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കമാണ്. റെയിൽവേയുടെ വകയാണോ ഈ ശുചീകരണം നടത്തേണ്ടത്, അതോ നഗരസഭയുടെ വകയാണോ ശുചീകരണം നടത്തേണ്ടത്? ഈ ജോയി കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന തർക്കമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ അവിടെ മുഹമ്മദോ ജബ്ബാറോ ബസീറോ ഒക്കെ ആയിരുന്നെങ്കിൽ മക്കളെ കാണാമായിരുന്നു ഞമ്മന്റെ പൂരം. ഞമ്മന്റെ ജിഹാദി മരുമോന്റെ പിന്നാലെ ഞമ്മന്റെ അമ്മോസനും ഒക്കെ അങ്ങോട്ട് കുതിച്ചുകൊണ്ട്, മുഖ്യമന്ത്രി ആയാലും ഈ പറയുന്ന റിയാസ് മോനായാലും ഒക്കെ അങ്ങോട്ട് കുതിച്ചുകൊണ്ട് വേണ്ട എല്ലാ MLA-മാരും MP-മാരും ഒക്കെ അവിടെ മണിക്കൂറുകളോളം കാത്തിരുന്നു കൊണ്ട് ആ ദേഹം വീണ്ടെടുക്കാൻ വേണ്ടി പണിപെടുമായിരുന്നു. ഇനി ദേഹം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ വീടിനെ കുറിച്ചും ആ വീട്ടിന് ഇത്ര സഹായം കൊടുക്കണമെന്നൊക്കെ പറയുമായിരുന്നു. ആരായിരുന്നെങ്കിൽ, അവിടെ മുക്കാലുകളായിരുന്നെങ്കിൽ. അവിടെയാണ് നമ്മൾ മതം തിരയുന്നത്. തിരയാതിരിക്കാനാവില്ല. ഈ നാട്ടിൽ മതം തിരഞ്ഞുകൊണ്ട് മാത്രം മനുഷ്യനെ അളക്കുന്ന ഈ അൽ കേരള നാട്ടിൽ, ഇസ്ലാമുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഈ നാട്ടിൽ അത് പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മന്റെ ആളുകൾ ഇവിടെ വന്നിങ്ങനെ കമന്റ് ഇട്ട് മെഴുകും. അത് ഖാലിദ് മുഹമ്മദ് ആയാലും മുഹമ്മദ് ബസീർ ആയാലും മുഹമ്മദ് ബസീർ ആയാലും ഒക്കെ കണക്കാ. ഖാലിദ് ആയാലും ഒക്കെ ഈ മദ്രസ കുണ്ടന്മാരല്ലേ. അവന്മാരുടെ സ്വഭാവവും അവന്മാരുടെ ആ ഒരു കമന്റും എന്തായിരിക്കും നമ്മൾക്കറിയാം. ഞമ്മന്റെ ആളാണെങ്കിലും ഒക്കെ ഞമ്മന്റെ ആളല്ല. ഇവന്റെയൊക്കെ ആ വർഗീയ പൊത്തകത്തിൽ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാഫിർ എന്ന് പറയുന്ന ഭാഷയിൽ, കാഫിർ എന്ന് പറയുന്ന വാക്കുകളിൽ ഉൾപ്പെട്ട ഈ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഹിന്ദു മരിച്ചാലും ക്രിസ്ത്യാനി മരിച്ചാലും അതിനെ ഒരു കണ്ണോടുകൂടി കാണുന്നു. പിന്നെയോ ഖാലിദുമാരും മുഹമ്മദുമാരും ഒക്കെ ചത്താലോ അതിനെ മറ്റൊരു കണ്ണോടുകൂടി കണ്ടുകൊണ്ട് അത് ഏത് നാട്ടിലാണെങ്കിലും ഇവിടെ ഹിന്ദു അടയ്ക്കുന്ന ക്രിസ്ത്യാനി അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് അത് 10 ലക്ഷവും 20 ലക്ഷവും അവിടെ കൊണ്ട് സൽക്കരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ട്രെയിനിൽ സീറ്റ് തർക്കത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കവലച്ചട്ടമ്പികൾ തമ്മിൽ തല്ലി ചത്തതിനായാൽ പോലും കൊണ്ടു കൊടുക്കും. കാരണം എന്താ? അവിടെയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി, എന്നിട്ട് അത് കാണിച്ചുകൊണ്ട് ഈ ഒരു PR വർക്ക് നടത്തിക്കൊണ്ട് ഇവിടത്തെ ഇസ്ലാമുകളെ ഏകീകരിച്ച ആ വോട്ടിംഗ് ബാങ്ക് ഉണ്ടല്ലോ, ആ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, അത് ഞമ്മക്ക് വാങ്ങുക, എന്നിട്ടോ നമ്മൾ ജയിക്കുക. ഇവിടെ ഏകീകരണമില്ലാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇത്തരത്തിൽ 100 സംഭവ വികാസങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരിക്കലും പഠിക്കില്ല. എന്നിരുന്നാലും ഇവിടെ നമ്മൾ പറയേണ്ടതുണ്ട്. എന്തായാലും ജോയ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അത് അവിടെയും മതം പറയുന്നോ എന്ന് ചോദിക്കുന്ന ജബ്ബാർമാർക്കും ഖാലിദുമാർക്കും ഈ മദ്രസ പൊട്ടന്മാരായിട്ടുള്ള മുഹമ്മദുമാർക്കുമുള്ള ഉത്തരം ഇത് തന്നെയാണ്. ഇവിടെ ഒരു മുസ്ലിം, ഇപ്പോ നമ്മൾക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 2, 3, 4 വർഷമായിക്കോട്ടെ, വർഷങ്ങൾക്ക് മുൻപ് എന്തോ ഒരു ഈ മാൻഹോളിൽ ഇറങ്ങിയ സമയത്ത് ഒരാൾ മരണപ്പെട്ടിരുന്നല്ലോ. മാൻഹോളിൽ ഇറങ്ങിയ സമയത്ത് ആ മാൻഹോളിൽ ഇറങ്ങി വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് മരണപ്പെട്ട ആളെ ഏത് രീതിയിലായിരുന്നു ഈ കേരളം ട്രീറ്റ് ചെയ്തത്? അവിടെ നമ്മൾ ആരും മതം തിരഞ്ഞില്ല. പക്ഷെയോ അവിടെ മരിച്ചത് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് നമ്മൾ മതം തിരഞ്ഞില്ല. നമ്മളൊക്കെ മതേതരന്മാരാണല്ലോ. ആ മനുഷ്യന് കിട്ടിയ ചെറിയ ഒരു പരിഗണന പോലും ഈ മനുഷ്യന് കിട്ടിയോ? ഈ മനുഷ്യന്റെ വീടിനെ കുറിച്ചോ, ഈ വീട്ടിലേക്ക് ആരെങ്കിലും കയറി ചെന്നോ, ഈ വീട്ടിലേക്ക് ഇനിയിപ്പോ സഹായങ്ങൾ പ്രതീക്ഷിക്കാമോ? ഇല്ലെന്നേ. ഏറി വന്നാവല്ലേ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം കൊടുത്തുകൊണ്ട് ഈ ബന്ധുക്കളുടെയും ഈ അമ്മയുടെയും വായടപ്പിക്കാൻ നോക്കും ഇവിടത്തെ ഭരണാധികാര വർഗം. അവിടെ തീരില്ല. ഇത് മുഹമ്മദോ ജബ്ബാറോ ആയിരുന്നെങ്കിൽ അവിടെ തീരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മതം തിരയുന്നത്. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മരിച്ചു കഴിഞ്ഞാൽ അത് ഒരു
തെരുവിൽ ചത്തു വീഴുന്ന നാൽക്കാലി മൃഗങ്ങൾക്ക് പോലും, പട്ടികളെന്ന് ഞാൻ പറയുന്നില്ല, പട്ടികളൊക്കെ സ്നേഹമുള്ള മൃഗങ്ങളാണ്, അതുകൊണ്ട് അവയുടെ പേര് ഞാൻ പറയാത്തത്, അത്തരത്തിൽ മരിച്ചു വീഴുന്ന ജന്തുജാലങ്ങളുടെ വില പോലും കൽപ്പിക്കാത്ത ഒരു നാടായി ഈ കേരളം മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ ഒരു വാർത്ത ഞാൻ കണ്ടതാണ്. ഞമ്മന്റെ മേയർ കുട്ടി ഉണ്ടല്ലോ, 19-ാം വയസ്സിലോ 18-ാം വയസ്സിലോ പ്രായപൂർത്തിയായ ഉടനെയോ ഒക്കെ മേയറായി എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളിമറച്ചിൽ നടത്തിയ സഖാക്കന്മാരുണ്ടല്ലോ. ആ മേയർ പറഞ്ഞ എന്തെന്നറിയാമോ? റെയിൽവേക്കെതിരെ കേസെടുക്കാൻ പോകുന്നു തിരുവനന്തപുരം നഗരസഭ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോടുണ്ടല്ലോ, ഈ തോട്ടിലേക്കാണത്രേ റെയിൽവേയുടെ ഈ മാലിന്യം വരുന്നത്, കക്കൂസ് മാലിന്യം ഒഴുകി ഇറങ്ങുന്നത് ഈ തോട്ടിലേക്കാണത്രേ. ഇത് കണ്ടുപിടിച്ചത് എന്നാണ്? ഇങ്ങനെ ഈ ജോയി എന്ന് പറയുന്ന യുവാവ് കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് റെയിൽവേക്കെതിരെ കേസെടുക്കാനും, ഇങ്ങനത്തെ ഒരു ആമയിഴഞ്ചാൻ തോട് എന്നത് ഒരെണ്ണം മാത്രമാണ്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് തോടുകൾ മുക്കിലും മൂലയിലും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. നമ്മുടെ മനുഷ്യൻ, മലയാളി പ്രബുദ്ധനാണ്, ബുദ്ധിമാനാണ്, വലിയ വിദ്യാസമ്പന്നനാണെന്നൊക്കെ പറയല്ലോ. എന്നാൽ അവൻ നിറച്ചിരിക്കുന്ന ഈ മാലിന്യം നമ്മുടെ ഈ ഭാരതം ഒന്നടങ്കം എടുത്തു നോക്കിയാൽ കാണില്ല, അത്ര കണ്ടുണ്ട് ഈ അൽ കേരള നാട്ടിൽ, പ്രബുദ്ധന്റെ നാട്ടിലെ മാലിന്യം. ആ മാലിന്യം വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു മനുഷ്യൻ, 1000 - 1500 രൂപയോ കൂലിക്ക് വേണ്ടി ഇറങ്ങിയ മനുഷ്യൻ, ഒരു മുൻകരുതലും എടുക്കാതെ ആ മനുഷ്യനെ അതിലേക്ക് കെട്ടിത്താത്തി കൊല്ലാൻ വേണ്ടി ഇറക്കിയത് ആര് എന്ന് ചോദിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ മേയറൊക്കെ ഉണ്ടല്ലോ, റെയിൽവേക്കെതിരെ കേസെടുത്തു, ഇത് വൃത്തിയാക്കേണ്ടത് റെയിൽവേ ആണ്, ഞമ്മളല്ല എന്നൊക്കെ പറയും. എന്നാൽ വേണ്ട, ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഈ പറയുന്ന റെയിൽവേയിൽ നിന്നും മാലിന്യങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്ന് തന്നെ കരുതുക, കക്കൂസ് മാലിന്യം ഇറങ്ങുന്നുണ്ട് എന്ന് കരുതുക. ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഈ റെയിൽവേയുടെ മാലിന്യം ഇറങ്ങുന്ന ആ ഭാഗം മാത്രമാണോ മാലിന്യം ഉള്ളത് എന്ന് മേയറോട് ആരും ചോദിക്കില്ല. കാരണം എന്താ? അത് ഞമ്മന്റെ സഖാക്കന്മാരാണ്, ഞമ്മന്റെ മേയറൂട്ടിയാണ്, മേയറൂട്ടിയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. പക്ഷെ ചോദിക്കുമായിരുന്നു. എപ്പോ? മരിച്ചതൊരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ ഇവിടെ അന്തിച്ചർച്ച നടക്കുമായിരുന്നു. മരിച്ചതൊരു മുസ്ലിം നാമധാരിയായിരുന്നെങ്കിൽ ആ നാമധാരിക്ക് ഇവിടെ കിട്ടാവുന്നതിന്റെ പരമാവധി സഹായങ്ങൾ കിട്ടുമായിരുന്നു. അവരുടെ ആ പൊലിഞ്ഞ ജീവന് പകരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ പൊലിഞ്ഞത് കിതാബിൽ, ഞമ്മന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാഫിർ ആയതുകൊണ്ട് ഇനി ഈ ഗതി നമ്മൾ കണ്ടേ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വരാനിരിക്കുന്ന നാളുകളിൽ ഈ ജോയി തന്നെയാണ് ഉദാഹരണം. നീ സൂക്ഷിച്ചാൽ നിനക്ക് നന്ന്. ഇവിടത്തെ ഏകീകൃത വോട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ, ആ വോട്ടിംഗ് ബാങ്ക് ഉണ്ടല്ലോ, ആ വോട്ടിംഗ് ബാങ്ക് പോലെ എന്ന് ക്രിസ്ത്യാനിയും ഹിന്ദുവും വോട്ട് ബാങ്കായി മാറുന്നു, അന്ന് മാത്രമേ നിനക്ക് ഈ അൽ കേരള ഇസ്ലാമിക സുഡാപ്പികൾ നിയന്ത്രിക്കുന്ന ഈ ഭരണാധികാരികളിൽ നിന്ന് നീതി ലഭിക്കുകയുള്ളൂ എന്ന് ഈ ജോയിയുടെ ഈ മൃതദേഹം കിട്ടിയ, ഈ സഹോദരന്റെ മൃതദേഹം കിട്ടിയ ഈ വിഷമാവസ്ഥയിലാണെങ്കിൽ പോലും അതിവിടെ പങ്കുവെക്കാതിരിക്കാനാവില്ല. മതം പറഞ്ഞുകൊണ്ട് തന്നെ പറയേണ്ടതുണ്ട്. മതം പറഞ്ഞിവിടെ ചെറ്റത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന, തെണ്ടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആളുകളോട് അതേ ഭാഷയിൽ, അതേ സഭ്യതയാണോ അസഭ്യതയാണോ എന്നൊന്നും ഇവിടെ പറയേണ്ട, ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് കലികാലമാണ്. ഒരു കവിളിൽ കിട്ടിയാൽ മറുകവിൾ കാട്ടിക്കൊടുക്കുന്ന മണ്ടന്മാരല്ല ഈ നാട്ടിലുള്ളത്. ഈ നാട്ടിലുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും മനുഷ്യജന്മങ്ങളാണ് എന്ന തിരിച്ചറിവ് എന്നാണോ നിനക്ക് വരുന്നത്, അന്നേ നീ നന്നാവുകയുള്ളൂ എന്ന് പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.